ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂന്തൽ അല്ലെങ്കിൽ കണവ ഇത് നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു നീരാളി വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മസാലയാണ്, കൂന്തൽ മസാലയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ അതിനു മുമ്പ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൂടി ഞാൻ പറഞ്ഞോട്ടെ. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട വിഭവമാണിത്. കൂന്തൽ ഉപയോഗിച്ച് നമുക്ക് പലതരം ഐറ്റംസ് ഉണ്ടാക്കാം. കൂന്തൽ റോസ്റ്റും കൂന്തൽ ഫ്രൈയും ഒക്കെ വളരെ ഫേമസ് ആണ്. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട്. ഇത് ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് നന്നായിട്ട് വേവിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പലർക്കും പല ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇത് വേവിക്കാതെ കഴിച്ചിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നന്നായിട്ട് വേവിക്കണമെന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം തന്നെ മുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഒരല്പം വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ കൂന്തലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. ഓപ്പൺ ചെയ്യാതെ തന്നെ ചെയ്യാം. ഇപ്പം ഞാനത് പൊളന്നിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിത് കുക്കറിൽ 2 വിസിൽ കേൾപ്പിക്കാനാണ് പോകുന്നത്. കൂന്തൽ മസാല കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ളത് തക്കാളി ഞാനിവിടെ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. 7 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്തിരി വലുതാണ്, എന്നാൽ അധികം എരിവുള്ള സൈസല്ല ഞാൻ എടുത്തിരിക്കുന്നത്. പൊടികൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. ഒരു വലിയ ടേബിൾ സ്പൂൺ ജീരകം, അതായത് പെരുംജീരകം പൊടിച്ചതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. അതേപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ താളിക്കാനായിട്ട് ഞാനിവിടെ സാധാരണ ഉപയോഗിക്കുന്ന പോലെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമുക്കിനി ഇതിൻ്റെക്ക് സവാള ഇട്ട് കൊടുക്കാറായി വരുന്നുണ്ട്. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോയാൽ മാത്രം മതി. ഇനി നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കൂന്തൽ വേവിച്ചപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എന്ത് കറി താളിക്കുവാണെങ്കിലും ആദ്യം മഞ്ഞൾപ്പൊടിയാണല്ലോ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കറിയിലും മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ പൊടികളെല്ലാം കൂടി ഒരല്പം വെള്ളത്തിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കട്ടെ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കണം. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് തണുക്കാനായിട്ട് വെച്ചിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുകയാണ്.
അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഞാനിവിടെ തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം കൂടി നമുക്ക് ഒഴിക്കാം. എന്നിട്ട് വേണം നമ്മൾ കൂന്തൽ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ ഗ്രേവിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കുറുകി വരണതാണ് നമ്മുടെ പാകം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഇതിന് എരിവ് കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് നമ്മുടെ കറി കറക്റ്റാക്കി എടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന്. അത് പറയാനാണെങ്കിൽ നമ്മൾ കൂന്തൽ വൃത്തിയാക്കി എടുത്ത് വെച്ച ശേഷം നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പെരുംജീരകം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിക്സിയിൽ നല്ലതായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കൂന്തൽ വൃത്തിയാക്കി വെച്ചതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ ഒരല്പം അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ, ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെച്ച ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കറിയായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. കഴിച്ചു നോക്കണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ഉണ്ടാക്കുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ നെയിം നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ youtube.com/tipsforhappylife അത് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർക്ക് പോലും വീണ്ടും വരാനായിട്ടും പുതിയ വീഡിയോസ് കാണാനും അത് എളുപ്പമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.